നമസ്കാരം. CPM എന്ന പ്രസ്ഥാനം ഇപ്പോൾ പിണറായി വിജയന്റെ കുടുംബ സ്വത്ത് പോലെയാണ്. പിണറായിയും കുടുംബവും ചെയ്യുന്ന എന്തിനേയും നാണം കെട്ടും മെഴുകി ന്യായീകരിക്കുക എന്നത് മാത്രമാണ് AK ബാലനും MP ഗോവിന്ദനും അടക്കമുള്ള നേതാക്കളുടെ ജോലി. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാവായ PK ശ്രീമതിയെ ഇറക്കി വിട്ടിട്ട് പോലും പിണറായി വിജയന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്നു ജനങ്ങളെ വിരട്ടുന്ന CPM മാടമ്പിമാർ. മാസപ്പടി വീണയെ ശരിവെക്കാത്തത് കൊണ്ട് PK ശ്രീമതി പുറത്ത് എന്ന തലക്കെട്ടിൽ എഴുതിയ G ശക്തിധരൻ, അതായത് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തിയുടെ ചീഫ് എഡിറ്ററുമായ G ശക്തിധരൻ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിക്കെതിരെ കേസെടുത്ത SFIയുടെ നടപടിയെ വിമർശിക്കാത്തത് കൊണ്ട് PK ശ്രീമതി പുറത്ത്. CPMന്റെ ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന മഹിളാ നേതാവിനാണ് ഈ ദുര്യോഗം. PK ശ്രീമതി പുറത്ത്, പിണറായിയുടെ വിലക്ക് എന്ന ഇന്നത്തെ മാധ്യമ വാർത്ത CPMനെ വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുകയാണ്. ഈ ഏകാധിപത്യ വാഴ്ചയെ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് മുതിർന്ന നേതാക്കൾ പോലും ശ്രീമതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ആണധികാരം തിമിർത്താടുമ്പോൾ എന്തിനെ ഭയന്ന് പിന്മാറണമെന്നാണ് അഭിമാനികളായ സ്ത്രീകൾ ചോദിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്ന ശ്രീമതിയെ മുഖ്യമന്ത്രി ഇറക്കിവിട്ടപ്പോൾ അതിനെ തടയാൻ ഒരു നാവും പൊന്തിയില്ല എന്നതാണ് മഹാകഷ്ടം. മുഖ്യമന്ത്രി അറിയിച്ചപ്പോൾ തന്നെ അത് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തത് അടുത്തിടെ പാർട്ടിയുടെ PRO ആയി വാഴിക്കപ്പെട്ട, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാവിന്റെ മകനാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇയാൾ തൊണ്ടിയോടെ പിടിക്കപ്പെട്ടു. മാസപ്പടി കേസിൽ വീണ തായ്ക്കണ്ടിയെ പ്രതിയാക്കിയിട്ട് ഒട്ടേറെ നേതാക്കൾ പ്രതിഷേധിച്ചിട്ടും ശ്രീമതി ടീച്ചറുടെ അർത്ഥഗർഭമായ മൗനമാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. സമനില തെറ്റിയ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി. യോഗത്തിൽ ശ്രീമതിയെ കണ്ടപ്പോൾ കരണക്കുറ്റി പുകച്ചില്ല എന്നേയുള്ളൂ. ആത്മാഭിമാനമുള്ള ഒരാൾക്കും ഈ അപമാനം താങ്ങാനാവില്ല. കേരളത്തിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് ശ്രീമതി. ഏറെ കൗതുകകരം, ശ്രീമതിയെ ഇകഴ്ത്തിക്കാണിച്ച മുഖ്യമന്ത്രി ഈ യോഗത്തിൽ ഇരുന്നതും ഇതേ ഇളവിന്റെ ആനുകൂല്യത്തിലാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും അറിഞ്ഞാണ് ശ്രീമതി ഈ യോഗത്തിനെത്തിയത്. ഉന്നത കമ്മിറ്റികളിലുള്ളവർ കീഴ് കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നത് പുതിയ കാര്യമേയില്ല. PP ദിവ്യയെ ജയിലിൽ പോയി ഇറക്കിക്കൊണ്ടുവരാൻ വൈമുഖ്യം കാണിക്കാത്ത PK ശ്രീമതി വീണയെ ന്യായീകരിക്കുന്ന പ്രസ്താവന ഇറക്കിയിരുന്നെങ്കിൽ അത് പിണറായി വിജയന് കേരളത്തിന് പുറത്ത് ഗുണം ചെയ്യുമായിരുന്നു. അതിലെ രോഷമാണ് ശ്രീമതിയെ അവഹേളിക്കാൻ കാരണമായത്. ഏറെ കൗതുകകരം, യോഗം ചേർന്നത് 2 ദിവസത്തേക്കാണ്. പക്ഷേ ഒറ്റ മണിക്കൂർ പോലും യോഗത്തിന് ദൈർഘ്യമുണ്ടായില്ല. ഏകഛത്രാധിപതിയായ മുഖ്യമന്ത്രിയുടെ അരുളപ്പാട് കഴിഞ്ഞപ്പോൾ തന്നെ അജണ്ട തീർന്നു. 3 മണിയോടെ പിരിഞ്ഞു. നേർച്ച കഴിഞ്ഞു. ഇനി പാർട്ടി ഇങ്ങനെയേ പോകും. ഇതാണ് G ശക്തിധരന്റെ കുറിപ്പ്. ഇതുപോലെ നിലപാടില്ലാത്ത, ഉളുപ്പില്ലാത്ത, ധാർമ്മിക ബോധമോ രാഷ്ട്രീയ മര്യാദയോ പ്രതിപക്ഷ ബഹുമാനമോ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ പിണറായി വിജയനിൽ അല്ലാതെ മറ്റാരിൽ കാണാൻ കഴിയും? എങ്ങനെയാണ് ഒരു മനുഷ്യന്, അവൻ എത്ര ക്രൂരനോ ആയിക്കോട്ടെ, ഒരാൾക്ക് എങ്ങനെയാണ് പിണറായി വിജയനെ പോലെയാകാൻ കഴിയുന്നത്? ഒരു തരത്തിൽ പിണറായി വിജയനെ അംഗീകരിച്ചേ മതിയാകൂ. കാരണം വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്തവരാണെങ്കിലും കമ്മികളെ ട്രൗസറിൽ മുള്ളിച്ചു നിർത്താൻ പിണറായി കാണിക്കുന്ന പിപ്പിടി വിദ്യ അത് ഭയങ്കരം തന്നെയാണ്.